എ ടു സെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സമാധാനം, സന്തോഷം, ഐശ്വര്യമൊക്കെ ഉണ്ടായിരിക്കട്ടെ. എന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കണവരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ലൈഫിൽ സങ്കടങ്ങൾ വേണം. അപ്പോഴേ നമ്മളെ സന്തോഷത്തിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുള്ളൂ. ഒരുപാട് ആളുകളെ ചേർത്ത് പിടിച്ച് വളരെ സന്തോഷത്തോടെ മാത്രം ഒഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ജീവിതത്തിലെ ടൈമാണ് ഇങ്ങനെ ഒഴുകുക, അല്ലാതെ നമ്മളുടേതായിട്ടൊന്നും ഒഴുകണില്ല. നമ്മളെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടണം. നമുക്കറിയാം, നമുക്കൊരു വിഷമഘട്ടം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ആരൊക്കെ സ്നേഹിച്ചിരുന്നു, ആരൊക്കെ തള്ളി പറയുന്നുണ്ട്, ആരൊക്കെ ചേർത്ത് പിടിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളെ വിഷമഘട്ടത്തിൽ നമ്മളിങ്ങനെ ചിന്തിക്കും, നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത്, അവർക്ക് വേണ്ടി എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത്, അല്ലേ? അപ്പോൾ അങ്ങനൊന്നും ടെൻഷൻ ആവണ്ട. നിങ്ങളൊന്ന് മാറണമെന്ന് ദൈവം വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് അവരിൽ നിന്നൊരു അകലം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ പേരിൽ ഒരു ഇഷ്ടക്കേട് മാനസികമായിട്ടുണ്ടായതായിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് എന്തെങ്കിലും വിഷമഘട്ടങ്ങളിൽ മറ്റൊരാളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തിയോണ്ടോ വിഷമിക്കുന്നവരാണെങ്കിൽ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഇന്ന് നിങ്ങളെ ദൈവമാക്കിയതാണ് ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളിൽ ഒരു നല്ല ദിവസം വരാനിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം നമ്മളെ ദിവസത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഉറപ്പായിട്ടും ടെൻഷനൊന്നും ആവണ്ട. നമുക്ക് വേണ്ടി നമ്മളെ സമയം ചെലവഴിക്കണമെന്ന് ഒരു സമയം നമുക്ക് എപ്പോഴാണോ കിട്ടണത് അപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ തെരഞ്ഞ ആരും ഇത് ചെയ്തോ, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയും അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മളാരും സപ്പോർട്ട് ചെയ്യൂല. നമ്മൾ എന്തെങ്കിലും കണ്ടെത്തി അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് എളുപ്പമാണ്, നമുക്ക് വളരെ സുഖമാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് കാണിക്കണം എന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ കട്ടിങ് വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. കട്ടിങ് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ബ്ലൗസ് ഇങ്ങനെ ആയിരുന്നോ കട്ട് ചെയ്തിരുന്നത്, അതോ നിങ്ങൾക്ക് പേടിയായിരുന്നോ ബ്ലൗസ് കട്ട് ചെയ്യാൻ? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പൊ ഈ സ്റ്റിച്ചിങ് വീഡിയോ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം കേട്ടോ. ചെയ്യണം എന്താന്ന് വെച്ചാല്, ഇതാ ഈ ലൈൻ അതേപോലെ ഇതും വരക്കുക, അതേപോലെ ഇതും വരക്കുക. ഓക്കെ, ഇങ്ങനെ വരക്കുക കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ജസ്റ്റ് ഒരു ഷേപ്പിൽ ഇങ്ങനെ വരക്കുമ്പോൾ അതിന് ഒരു ഫിനിഷിങ് ഉണ്ടാവുന്നില്ലേ. പിന്നെ ഇതിൽ നിന്ന് ഇതിലേക്കും വരക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിത് ആദ്യം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഓക്കെ. അതേപോലെ നമ്മൾ ഈ നോച്ചും കറക്റ്റായിട്ട് പിടിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ അതേപോലെ ഇവിടൊക്കെ നമുക്കൊരു ഫൂട്ടിൻ്റെ ഒരു കുഞ്ഞു ഇത് കിട്ടിയാൽ മതി കേട്ടോ. കാണിക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ ഇതിൻ്റെ ബ്രസ്റ്റ് പോർഷൻ ഇല്ല, അതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ പീസും നമ്മൾ അതേപോലെ തന്നെ ഇത് ചെയ്യാം. ഇവിടെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ സ്റ്റിച്ച് ഇടുക. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യണം എന്താ, ഇതിൻ്റെ കോട്ടൻ്റെ പുറത്തുള്ള പീസാണ് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിക്കണം കേട്ടോ. ഇതിൻ്റെ ബാൻഡിന് സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ടു. ഓക്കെ,
അപ്പോൾ അത് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ 2 പീസ് വെക്കാം, നോർമൽ മതി എന്നുണ്ടെങ്കിൽ 1 പീസ് വെച്ചാൽ മതി കേട്ടോ. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരേപോലെ ഒരു വശത്തേക്ക് വരുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇത് കണ്ടിട്ട് ബ്ലൗസ് ചെയ്ത് നോക്കണം കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. ബ്ലൗസൊക്കെ കട്ട് ചെയ്യുക എല്ലാവർക്കും പേടിയാലേ, റെഡി ആവുമോ എന്നൊക്കെ ഉള്ളൊരു പേടി. ആ പേടി മാറ്റിയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. നമ്മൾ ബ്ലൗസിലുള്ള കട്ടിങ്ങിലുള്ള പേടിയും അതേപോലെ ഇതിൻ്റെ എന്താ പറയുക ഡാട്ടൊക്കെ ഇടുന്ന സ്ഥലത്തുള്ള കൺഫ്യൂഷനൊക്കെ ആയിരിക്കും എല്ലാവരും ബ്ലൗസിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷനൊക്കെ തീർത്ത് നമുക്ക് മുന്നോട്ട് പോവാം. ബോഡി മെഷർമെൻറ്റിൽ ഇത് പഠിച്ചാലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആർക്കും ചെയ്ത് കൊടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവും. ആര് നമ്മളെ മുന്നിൽ വന്നാലും കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കറക്റ്റിൽ കട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് കൂടുതലും വേണ്ട കുറവും വേണ്ട. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്തിടുക. സെൻറ്റർ മീൻസ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, പിന്നെ നമ്മളെ സെൻറ്റർ ഡാട്ടിൻ്റെ സ്പേസ് പറഞ്ഞില്ലായിരുന്നോ ഇന്നലെ വരച്ചപ്പോൾ. ഇനി നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഏതൊരു ക്ലോത്ത് വെച്ച് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴും തുമ്പ് ഇതിലേക്ക് ഇങ്ങനെ ജോയിൻ ആക്കണം. ഇതിലേക്ക് ജോയിൻ ആക്കി പ്രസ് ചെയ്താൽ നല്ല നീറ്റ് ഉണ്ടാവും. ഉണ്ടോ? ഓക്കെ, അപ്പോൾ നന്നായി അയൺ ചെയ്യുക. എപ്പോഴും നമ്മൾ അയൺ ചെയ്യാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അയൺ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഫിനിഷിങ് ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്. അപ്പോൾ നന്നായി അയൺ ചെയ്തിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആവും കേട്ടോ. സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ പഠിപ്പിച്ചു തരും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഉണ്ടോ ഇതും ഓക്കെ അല്ലേ നോക്കുക. ഉണ്ടോ, ഈ ഒരു കുഴിക്കലും ഇതും തമ്മിൽ ഒന്നിച്ച് വരണം. അപ്പോൾ ഇതിനെ വിട്ടിട്ട് ഉണ്ടോ ഇതിനെ വെച്ച് സ്റ്റിച്ചിടുക. വലിക്കണ്ട കേട്ടോ, കറക്റ്റായിട്ട് വെച്ചുകൊടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത് കുടുങ്ങരുത് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹിക്കണവർക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കണവരൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കണവരൊക്കെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. ഉണ്ടോ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഈ രീതിയിൽ നമുക്ക് നോർമലി ചെയ്യാം. അതല്ലത് ഇങ്ങനെ കവർ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഇതിനെങ്ങനെ മടക്കി കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ മടക്കിയിട്ട് ഇതിന് വെച്ച് കൊടുക്കുക. ഓക്കെ, വെച്ചിട്ട് നമ്മൾ നേരത്തെ ഇട്ട സ്റ്റിച്ചില്ലേ അതിന്മേൽ ഇത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഈ 2 പീസും ഫ്രണ്ട് പീസും ബാക്ക് പീസും കറക്റ്റ് ആയിരിക്കണം. ഇങ്ങനെ ചെയ്യാം. ഇതിനെ ഒന്നിച്ചെന്നെ വരണം, അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുക ഉണ്ടാവാൻ പാടില്ല. ഈ ഇത് കുടുങ്ങാതെ നോക്കണം കേട്ടോ. ഉണ്ടോ? ഇപ്പോൾ ബ്ലൗസിൻ്റെ പാറ്റേൺ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ അളവ് പറഞ്ഞു തന്നാൽ മതി. നിങ്ങളെ ബോഡിൻ്റെ അളവൊന്ന് പറഞ്ഞു തന്നാൽ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിനൊക്കെ എത്ര വേണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നാൽ അതിൻ്റെ ഷോൾഡർ അടക്കം ക്ലിയർ ചെയ്തിട്ട് അയച്ചു തരും കേട്ടോ. അപ്പം എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് നല്ലൊരു ഓപ്ഷനാണ്. അതേപോലെ ഇത് സൈസ് വൈസിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ XL, XXL, XXL അങ്ങനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, വേണ്ടത് പറഞ്ഞാൽ മതി കേട്ടോ. നമ്മളിങ്ങനെ ചെയ്തു കണ്ടോ. ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ സൂപ്പറാവും, നീറ്റാവും കേട്ടോ. ഓക്കെ, കണ്ടോ.
അപ്പോൾ ഇത് പുറത്തേക്ക് വന്നില്ലേ. ഇതെങ്ങാനും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് ഇടുമ്പോൾ നീറ്റ് പോകും. അപ്പോൾ നീറ്റായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ പുറത്തേക്ക് പോകണം. ഇതേപോലെ മറുവശം ചെയ്യട്ടോ. ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഈ നൂല് ഈ തുമ്പൊക്കെ ഉണ്ടോ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തു. ഇതേപോലെ ഈ പീസും ചെയ്യാം. നമ്മളെ ഫ്രണ്ട് പീസിൻ്റെ ഈ ഭാഗം എടുക്കുക. കണ്ടോ ഇങ്ങനെ വെച്ച് നോക്കണം. നമ്മൾ എന്ത് സംഭവം ചെയ്യണ മുമ്പ് ഇതൊക്കെ അല്ലേ എന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് മറിക്കുക. എന്നിട്ട് ഈ ഒരു ലൈനും ഇതും കൂടെ ഒന്നിച്ച് വെക്കുക. ഓക്കെ. എപ്പോഴും നമുക്ക് ഇത് ഈ കോണ് 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്നും ടെൻഷൻ ആവണ്ട. അതൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഉണ്ടോ ഇങ്ങനെ മടക്കി വെച്ച് ഇങ്ങനെ മടക്കി വെച്ചാലേ അത് റെഡിക്ക് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക എന്നുള്ളത് ഉറപ്പാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇട്ട് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ ബ്ലൗസ് എത്രത്തോളം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നുള്ളത്. നമ്മളിത് വീണ്ടും മടക്കുകയാണ് കേട്ടോ. വീണ്ടും മടക്കി ഉണ്ടോ ഇങ്ങോട്ട് മടക്കി. അപ്പോൾ നമ്മൾ ഈ ഒരു വശത ഈ ഒരു ഫ്രണ്ട് ഇവിടെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. കാരണം ഇവിടെ നമുക്ക് കറക്റ്റ് കിട്ടണം. ഓക്കെ ഉണ്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വലതുവശത്തേക്ക് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് കൂടുതൽ തുണി കൊണ്ടൊരു പ്രയാസം ഉണ്ടാവാനില്ലല്ലോ. ഉണ്ടോ അങ്ങനെ നമ്മൾ ഓക്കെ ഉണ്ടോ. ഇതും അതേപോലെ ഒന്ന് അയൺ ചെയ്താൽ റെഡിയാവും. നമ്മൾ ഇതിൻ്റെ വേസ്റ്റുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി ഉണ്ടോ. ഓക്കെ. എന്നിട്ട് നമ്മൾ ഉണ്ടോ ഇങ്ങനെ വരണം. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വന്നിക്കണമെന്ന് നമ്മൾ ഉറപ്പാക്കണം. ഇവിടുത്തെ ടക്ക് കറക്റ്റ്, ഇത് കറക്റ്റ്, ഇത് കറക്റ്റ്. ഓക്കെ. ഇനി നമുക്കിതിന് മാർക്ക് പീസ് വെക്കുകയാണ് കേട്ടോ. 1 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് ഉപയോഗിച്ചത്. നമ്മളെ മാർക്ക് പീസ് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഉള്ളിലേക്ക് മടക്കണതായതുകൊണ്ട് വീതി ഇനിയിപ്പോൾ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ലാച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഒരു ക്ലോത്തിന് നമ്മൾ ഒരു ബ്ലൗസിന് ഒരു പക്ഷേ നമുക്ക് ക്ലോത്ത് കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കിട്ടുന്നതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ ചെയ്ത് ശീലിക്കണം. ഓക്കെ. ഇനി നമ്മൾ തുമ്പുമ്മേൽ ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഇത്ര വേണ്ട ഉള്ളിലേക്ക് മടക്കുക. ഇങ്ങനെ മടക്കി കൊടുക്കുക. ഉണ്ടോ. ഇതൊരു നോർമൽ പിന്നെ ഇവിടെ ഒരു കരവശമൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ശരിക്കും നിങ്ങൾ 1.5 ഇഞ്ചിൻ്റെ പീസ് എടുത്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ കേട്ടോ. 1.5 2.5 എടുക്കേണ്ടത്. നമുക്ക് കൊളുത്ത് വെക്കാൻ 1.5 പിന്നെ കൊളുത്താനുള്ളത് 2 കൊടുക്കുക കേട്ടോ. അല്ല സോറി 2.5. കണ്ടോ ഇങ്ങനെ നമുക്ക് ഇത് നീറ്റായിട്ട് തന്നെ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഈ പീസാണ് ഞാൻ എടുക്കുന്നത്. ഇത് 2.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ടേപ്പ് വെച്ച് ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. കണ്ടോ ഇവിടെയും 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പം എത്രത്തോളം നമുക്ക് നീറ്റായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് ആദ്യം നോക്കേണ്ടത് കേട്ടോ. അതേപോലെ ഉണ്ടോ ഒരു പീസും കൂടി എടുത്തു. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് ലെങ്ത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് യോജിപ്പിക്കുകയാണ് കേട്ടോ. ലെങ്ത്ത് ഇല്ലാത്തത് കൊണ്ട്
അപ്പം നമുക്കൊരു പീസ് കിട്ടിയാൽ എന്ത് ചെയ്യണമെന്നും എത്രത്തോളം എഫേർട്ട് ഉണ്ട് പിന്നെ ഓരോ കുഞ്ഞു കുഞ്ഞു പീസ് കൊണ്ട് ചെയ്യാനെന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മളിവിടെ ഇത്ര 1/2 ഇഞ്ചിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഇത് ഓക്കെ ഇവിടെ കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇത് വേസ്റ്റ് ആട്ടോ, അങ്ങനെ പൊട്ടലുണ്ടായതുകൊണ്ടാണ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്. 1/2 ഇഞ്ച് കൂടുതൽ കയറ്റിയിട്ട് നല്ല ഭാഗവും ബ്ലൗസിൻ്റെ ഉൾവശം കൂടിയാണ് വെക്കുന്നത് കേട്ടോ. ബ്ലൗസിൻ്റെ ഉൾവശമാണിത്. ഇത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ ഉണ്ടോ? ഇനി നമ്മളെന്ത് ചെയ്യാം, പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ ഇനി നമ്മളിങ്ങനെ മടക്കുക കണ്ടോ, ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇവിടെ നമ്മൾ മൊത്തം അളവിനെ 5 ചെയ്യാം. 5 ഭാഗമാക്കുക മൊത്തം അളവിനെ. ഏത് മുതൽ ഉക്കിന് 5 ഉക്കെങ്കിലും മിനിമം വേണോ, 8.5. അതിൽ ഒരു 1/4 ഇഞ്ചിൻ്റെ താഴേക്ക് ഇട്ടാൽ 1/4 ഇഞ്ചും .1 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. പിന്നെ 8 ആവുമ്പോൾ ഇവിടെ ഒരു ഉക്ക് വരും. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ചിൽ ഒരു ഉക്ക് വരും, 4 ഇഞ്ചിൽ വേറൊന്ന് വരും, 6 ഇഞ്ചിൽ വേറൊന്ന് വരും, 8 ഇഞ്ചിലൊന്ന് വരും. അപ്പം 5 ആയില്ലേ, 1 2 3 4 5. ഓക്കെ എന്നിട്ട് ഉണ്ടോ ഇവിടുന്ന് മുടിച്ച്. നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രയാസം ഉണ്ടെങ്കിൽ പിന്നൂത്തി കൊടുത്താൽ മതി കേട്ടോ. നീങ്ങാതിരിക്കാനും നിങ്ങൾ ഉദ്ദേശിച്ച തലത്തേക്ക് കിട്ടണില്ല തോന്നുകയാണെങ്കിൽ ഒരു കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ടാണ് ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അങ്ങനെ ലൂസാവില്ല. അപ്പോൾ ഈ പോയിന്റിൻ്റെ 1/4 ഇഞ്ച് മുന്നേ നിർത്തുക. എന്നിട്ട് ഈ പോയിന്റിലേക്ക് വരിക കണ്ടോ. എന്നിട്ട് അതേപോലെ ഇങ്ങോട്ടും ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ 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 ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ, ഇനി നമ്മൾ ഇത് കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തുക. ഉണ്ടോ ഇതൊക്കെ ഉണ്ടോ, നെക്കിൻ്റെ ഇതൊക്കെ. നമ്മളിതൊന്ന് ഇവിടെ വേസ്റ്റ് ഉണ്ട്, വേസ്റ്റ് കട്ട് ചെയ്യാം കേട്ടോ. അതേപോലെ ഓക്കെ ഉണ്ടോ. ഇത് നമ്മൾ കൊളുത്തിടുമ്പോൾ കറക്റ്റിൽ വരും. ഇനി നമുക്ക് ബാക്ക് പീസ് ഇതെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഞാൻ ഈ ഓരോ ഭാഗവും കൊടുക്കാൻ സെപ്പറേറ്റ് കൊടുക്കുന്നത് സെയിം പീസാക്കാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അതിന് വേണ്ടിയിട്ട് എത്ര ക്ലോത്ത് ഉപയോഗിച്ചു ഒക്കെ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും എന്ത് ചെയ്തു എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഭാഗം കൂടി വെക്കുക ഉണ്ടോ.
നമ്മളൊരു നല്ല ക്ലോത്തിൽ സെയിം ക്ലോത്ത് ഇട്ട് ചെയ്യുമ്പോൾ കുറേ ഡൗട്ട്സുകൾ വരാൻ സാധ്യത കൂടുതലാണ്. ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ, അല്ലാത്തവർക്കൊന്നും പ്രശ്നമില്ല. ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അങ്ങനെ വന്നു, അങ്ങനെ ചെയ്തു, ചിലപ്പോൾ മനസ്സിലാവില്ല എന്ത് വെച്ചു എങ്ങനെ വെച്ചു എന്നൊന്നും മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തുമ്പ് ഇതിലേക്ക് വരണം കേട്ടോ, ഇങ്ങനെ നിൽക്കണം. ഒരിക്കലും തുമ്പ് ഇങ്ങോട്ട് പോകരുത്, അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് നഷ്ടപ്പെടും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആയാലും നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവും തന്നെ ഞാൻ വിചാരിക്കണത്. ഇത് ഞാൻ 2.5 ഇഞ്ച് വിടുത്തെടുത്തിരുന്നത്. ഇതിന് ഈ ക്ലോത്തിന്, വേസ്റ്റ് ക്ലോത്തിന് 2.5 ഇഞ്ച് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് പോയി നമ്മളിങ്ങനെ മടക്കി കേട്ടോ. ഓക്കെ, ഇതേപോലെ മടക്കി കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ഇടാം. ഉണ്ടോ? അപ്പം നല്ല നീറ്റ് ഉണ്ടാവും. ഈ ക്ലോത്ത് പുറത്തേക്ക് ഇങ്ങോട്ട് തള്ളി വരില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇനി ഷോൾഡറും കൂട്ടണ മുമ്പ് നമുക്ക് ചെയ്യാനുള്ളത്, ആ ഫാനൊന്ന് ഓഫാക്കി വെച്ച്, ഇതിൻ്റെ കറക്റ്റ് അളവ് നോക്കുക. 22. അപ്പോൾ 11. 11-ൽ 9.5 മാർക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ 9.5 മാർക്ക് ചെയ്തു. അതേപോലെ ഇവിടെ 9.5 മാർക്ക് ചെയ്തു. ബാക്ക് നെക്ക് കൂടുന്തോറും നമുക്ക് ചെസ്റ്റിൽ മാറ്റങ്ങൾ വരും, ചെസ്റ്റ് അളവിൽ മാറ്റം വരും കേട്ടോ. 24-ൻ്റെ പകുതി 12. പിന്നെ നമ്മളെ അളവ് 10.5 അല്ലേ? അപ്പോൾ 10.5 മാർക്ക് ചെയ്തു. ഇതിൽ നിന്ന് ഇതിലേക്ക് വരച്ചു. ഓക്കെ, 10.5 കേട്ടോ. ഇതിൽ നിന്ന് ഇതിലേക്കും വരച്ചു. ഇനി നമ്മൾ അതേപോലെ തന്നെ ഈ പീസിൽ, ഇത് നമ്മൾ പുറത്തേക്ക് തള്ളി വെച്ച പീസായതുകൊണ്ട് ഇവിടെ മുതലാണ് അളവ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 8.5 എടുക്കുന്നത് കേട്ടോ. ഇവിടെ 8.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതേപോലെ ഇവിടെ ഞാൻ 10.5 എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതിൽ നിന്ന് ഇതിലേക്കാണ് വരക്കണത്. അതേപോലെ ഈ പീസും ഇതിൻ്റെ ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. 8.5 ഇവിടെ എടുക്കുന്നത് കണ്ടോ. ഇവിടെ ഞാൻ 10.5 എടുക്കണം കേട്ടോ. ഇത് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ എളുപ്പത്തിനാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ. സ്റ്റിച്ചിങ് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഷോൾഡറും കൂട്ടുകയാണ് കേട്ടോ. ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക. നല്ല ഭാഗവും വെച്ചു, ഇങ്ങനെ വെച്ചു കേട്ടോ. ഷോൾഡറും കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ഇടുമ്പോൾ നമ്മൾ ഇതും തമ്മിൽ സ്റ്റിച്ച് ഇടണം കേട്ടോ. ഇതും തമ്മിലാണ് സ്റ്റിച്ച് ഇടേണ്ടത്. ഇങ്ങനെയാണ് സ്റ്റിച്ച് വരേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡർ കൂട്ടി തരാം, കാണിക്കാം. അതേപോലെ ഇതിനെ കറക്റ്റ് പിടിച്ചു. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ചെസ്റ്റ് അളവ് ഇതാണ് കേട്ടോ. ആ ചെസ്റ്റ് അളവിലേക്ക് നമ്മൾ ഈ അളവും കൂടെ വെച്ച് കൊടുത്തിട്ട് ഉണ്ടോ. അതേപോലെ ഇതും തമ്മിൽ യോജിപ്പിക്കുക. ഇതും തമ്മിൽ യോജിപ്പിക്കുക കേട്ടോ. ഉണ്ടോ.
നമ്മൾ ഇതും തമ്മിലാണ് നമ്മൾ യോജിപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഈ മാർക്കിംഗ് കറക്റ്റ് ആക്കുക. ഈ മാർക്കിങ് അതിലേക്കൊരു ഇതും വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളിതിന് കയ്യും ഇതൊന്ന് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇതൊക്കെ വേസ്റ്റാണ് കണ്ടോ, ഇത്ര ക്ലോത്തും വേസ്റ്റാണ് ഇതുമ്മേൽ. അപ്പോൾ ഇതാണ് നമ്മളെ കറക്റ്റ് തുമ്പ്. ആ തുമ്പിനെ കറക്റ്റ് ചെയ്തിട്ട് ഇത്ര വേസ്റ്റിനെ ഒഴിവാക്കി കൊടുക്കുക. അതേപോലെ ഈ വശം കേട്ടോ, ഈ വശം നമ്മൾ ഇതേപോലെ തന്നെ കണ്ടോ ചെയ്യാം. ഓക്കെ, ഇന്നലെ കാണിച്ച അപ്പം നമ്മൾ ഇന്നലെ കൈ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു കണ്ടോ, കൈയിൻ്റെ കട്ടിങ് ആണിത്. ഇതേപോലെ കട്ട് ചെയ്തു. അതേപോലെ നമ്മൾ കൈ മടക്കടിക്കാനുള്ള ഒരു സ്പേസ് ഇട്ടിട്ട് ഇങ്ങനെയും കട്ട് ചെയ്തു കേട്ടോ. ഓക്കെ, എന്നിട്ട് ഞാൻ കണ്ടോ നല്ല വശവും വരുന്ന രീതിയിലാണ് ഇത് മടക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ 1 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് ഇട്ട് വെച്ചു, 1 ഇഞ്ച്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്കൊരു ഈസി മെത്തേഡായിരിക്കും എന്ന് എനിക്കറിയാം കണ്ടോ. എന്നിട്ട് നമ്മൾ ഒപ്പം വെച്ചു, ഒന്നിച്ച് വെച്ചു. ഇപ്പോഴോ കണ്ടോ, ഇവിടെ നമുക്ക് ഷേപ്പ് വന്നു. ഇനി നമ്മളിതൊന്ന് കറക്റ്റായിട്ട് നോച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഫ്രണ്ടോ, ഇത് 2 ഫ്രണ്ടാണ്. അപ്പോൾ അത് നമ്മളപ്പോഴേ തന്നെ ഒരു മാർക്കിങ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ മറന്നു കേട്ടോ. നമ്മൾ പതുക്കെ കൈയൊക്കെ ഒന്ന് മടക്കി അടിച്ചു. ആദ്യം നിങ്ങൾ ഒരു പഴയ ക്ലോത്തിൽ നിങ്ങളിത് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, അതിനുശേഷം പിന്നെ നല്ല ക്ലോത്തിൽ തന്നെ ചെയ്യണം. അത് ഇട്ടിട്ടുള്ള ഇതുണ്ടല്ലോ നിങ്ങൾക്കൊരു സന്തോഷം, അത് എന്തായാലും കമൻറ്റ് ചെയ്യണം. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ അളവിൽ ഇതേപോലെ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ കഴിയുന്നുള്ളൂ. ബ്ലൗസിനോടുള്ള പേടി മാറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കണത്. ഈ വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബ്ലൗസിനോടുള്ള പേടി മാറും. ഇപ്പോൾ ബോഡി മെഷർ ചെയ്തിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ, ഇതിൻ്റെ എല്ലാ ടിപ്സും പറഞ്ഞിട്ടുള്ള അടിപൊളി ക്ലാസ് ഉണ്ട്. 500 രൂപ മാത്രം അടച്ചാൽ മതി. ബ്ലൗസിൻ്റെ 10 തരം ബ്ലൗസുകൾ നിങ്ങൾക്ക് തരും. 10 തരം ബ്ലൗസുകളെ ക്ലാസ്സാണ് ഉണ്ടാവുക. അപ്പോൾ താല്പര്യമുള്ളവരെന്തായാലും കോണ്ടാക്ട് ചെയ്യാം. നമ്മളിവിടെ ഒരു ഇത്തിരി അഴിച്ചു കൊടുക്കും കേട്ടോ. എന്തിനാ വെച്ചാൽ നമുക്ക് കൈ വെക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് നമ്മളൊരു 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും ചെയ്യാം. പക്ഷെ ഒരു ഈസി അല്ലേ നേരെ അടിച്ച് പോണത്. എന്നിട്ട് ഇതാണ് ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ്. അപ്പോൾ ഫ്രണ്ട് ഉണ്ടോ, ഈ മാർക്ക് ചെയ്തതും ഒന്നിച്ച് വരണം. ഓക്കെ, നമ്മൾ ഈ നോച്ചും ഈ കട്ടിങ്ങും വരുന്ന ഭാഗത്തേക്ക് മാർക്കിങ് ഇട്ടു കണ്ടോ. ഇത് ശ്രദ്ധിക്കാം, ഇത് ഫ്രണ്ട് പോർഷനാണ്. കയ്യിൻ്റെ മാർക്ക് ചെയ്ത ഭാഗവും ഫ്രണ്ടാണ്. അങ്ങനെ നോക്കണം കേട്ടോ. അതേപോലെ ഈ തുമ്പ് ബാക്ക് പീസുമൊക്കെ വെച്ച് കൊടുക്കുക. കുഞ്ഞു ടിപ്സ് ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുക എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ കാണുന്നവരായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ അറിയിക്കാരം. പക്ഷെ ആ ഒരു ഇതിലേക്ക് കണ്ട് എത്താനുള്ള ധൈര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ബ്ലൗസ് എത്ര ചെയ്താലും ഞാൻ അതിൽ ഓക്കെ അല്ല എന്ന് പറയണം. എത്രയോ സ്റ്റുഡൻസ് എനിക്കുണ്ട്. മിസ്സേ ഞാൻ ഒരുപാടൊക്കെ ചെയ്തു നോക്കി, ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് ചെയ്തു നോക്കി, പക്ഷെ ഞാൻ പിന്നെ ഇത് ബ്ലൗസ് ചെയ്തിട്ട് ഞാൻ അത്ര അങ്ങോട്ട് ഓക്കെ അല്ല എന്ന് പറഞ്ഞവരുണ്ട്. 1 സൈഡ് അടിച്ചു, പിന്നെ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുക ചെയ്യട്ടോ. അത് പിന്നെ നിങ്ങൾ കോൺഫിഡൻസ് ആണെങ്കിൽ താഴെ നിന്ന് മേലോട്ടൊക്കെ ചെയ്യാമെന്നും പ്രശ്നമില്ല. പക്ഷെ ഒരു ബിഗിനർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതുകൊണ്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് വിചാരിച്ചിട്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് ഇത്ര കാര്യങ്ങൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയാൻ വിട്ടുപോണൊരു കാര്യമാണ്, എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 1 ലാഖിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ കൈ നമ്മൾ സ്റ്റിച്ചിട്ടു. അതേപോലെ ഈ സ്ലീവ് നമ്മൾ ഇവിടെ 2 സ്റ്റിച്ചൊക്കെ വന്നണോ ഇല്ലല്ലേ, ഒന്നുള്ളൂ അല്ലേ. ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ അഴിച്ചു കൊടുത്തു ഉണ്ടോ, ഒരു 3/4 ഇഞ്ചോളം. എന്നിട്ട് ഇങ്ങനെ ചെയ്തു.
എന്നിട്ട് നമ്മൾ നോച്ചുള്ള ഭാഗത്തേക്ക് വെച്ചു. ഇതിപ്പോൾ ഒരു വശം ഓക്കെ ആണെങ്കിൽ രണ്ടാമത്തെ വശം ഓട്ടോമാറ്റിക്കലി ഓക്കെ ആവും. കണ്ടോ, ഇത് ഫ്രണ്ട് പോർഷനല്ലേ വന്നത്, അപ്പോൾ ഇത് ഫ്രണ്ടിക്ക് വന്നില്ലേ. അപ്പോൾ അത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു വശം ഓക്കെ ആവണം, അപ്പോൾ രണ്ടാമത്തെ വശം റെഡി ആവും. അത് നല്ല ഭാഗവുമാണ് വെക്കേണ്ടത്. അല്ലെങ്കിൽ ഇനി ഉൾവശമാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഉൾവശവും തമ്മിൽ വെച്ചാൽ മതി. അപ്പോൾ ബ്ലൗസ് തീരെ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പിന്നെ ഇതൊന്ന് ചെയ്ത് നോക്കണം, ഇതേപോലെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഒരു കറക്റ്റ് അളവ് ഞാൻ എങ്ങനെ ടീച്ചറെ ഇതിനെക്കുറിച്ച് അറിയാം, അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സിൽ എന്തായാലും ജോയിൻ ആവുക. കാരണം ഇന്നത്തെ വർദ്ധിച്ച് വരുന്ന അല്ലേ സ്റ്റിച്ചിങ് ചാർജ്, ക്ലോത്തിന് പൈസ കുറവും സ്റ്റിച്ചിങ് ചാർജ് കൂടുതലുമാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പിന്നെ നമ്മളതും നമ്മളെ മക്കളതൊക്കെ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടാനുണ്ട്. പിന്നെ ഒരു ഏജ് കഴിയുമ്പോൾ എന്തായാലും നമ്മളൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. ആ ഒറ്റപ്പെടലുള്ള നമുക്കൊരു ആശ്വാസമാണ്, നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയാന്നുള്ളത്. അപ്പോൾ ഏത് പ്രൊഫഷണൽ ജോലി പിന്നെ പ്രൊഫഷനിലുള്ള വ്യക്തികളാണെങ്കിലും അവരെ ആ ഒരു ജോലിൻ്റെ ടൈം കഴിഞ്ഞിട്ട് അവർക്ക് സിമ്പിളായിട്ടൊക്കെ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കെങ്കിലും ചെയ്യണം, എൻ്റെതെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള എല്ലാവരെയും ഞാൻ എൻ്റെ A-to-Z അക്കാദമിയിലേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ലൂസ് മാർക്ക് ചെയ്ത് ചെസ്റ്റിലേക്ക് നമ്മൾ സ്റ്റിച്ച് ഇടുകയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ബ്ലൗസിന് കൈ എടുത്തപ്പോൾ ഇത് കുറച്ച് വീതി കുറവായിരുന്നു കൈ ക്ലോത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു ഇഞ്ചിൻ്റെ കുറവ്, കണ്ടോ, ഈ തുമ്പിൻ്റെ 1 ഇഞ്ചിൻ്റെ കുറവുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. നെക്സ്റ്റ് കൈയും കൂടെ നമ്മൾ ചെയ്ത് കാണിക്കുക. അത് കഴിഞ്ഞിട്ട് നെക്കിൻ്റെ ക്രോസ് പീസ് വെച്ചാൽ ഒരു ബ്ലൗസ് എത്ര പെട്ടെന്നാണല്ലേ സ്റ്റിച്ചിങ് കഴിയണത്. ഇതിനാണല്ലോ നമ്മൾ 300, 400, 500 ഒക്കെ കൊടുക്കുന്നത്. നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവൂലേ. അപ്പം അങ്ങനെ ആലോചിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാനുള്ള ധൈര്യത്തോടെ പഠിക്കാം. ധൈര്യം, മനുഷ്യന് വേണ്ടത് കോൺഫിഡൻസ് ആണല്ലോ. തുണി കട്ട് ചെയ്യണമെങ്കിൽ നല്ല കോൺഫിഡൻസ് വേണം. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് നമ്മളെ A-to-Z വേറിട്ട പ്രത്യേകത കേട്ടോ. പേടിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അതിൻ്റെ എല്ലാ സൊല്യൂഷനും പറഞ്ഞു കൊടുത്ത് അവരെ കോൺഫിഡൻസ് ആക്കി എടുക്കും. ഒട്ടും പേടിക്കൊന്നും വേണ്ട, സിമ്പിളായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇതേപോലുള്ള ഒരു സ്കെയിൽ എടുക്കുക, ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കുക, കണ്ടോ, ക്രോസ് ആയിട്ട് സ്കെയിൽ വെക്കുക, ഇങ്ങനെ വരച്ചു കൊടുക്കുക, ഇങ്ങനെ വരച്ചു കൊടുക്കുക, ഇങ്ങനെ വരച്ചു കൊടുക്കുക, കണ്ടോ, കണ്ടില്ലേ. നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എന്തിനും ഓപ്ഷൻ ഉണ്ട് ടൈലറിങ്ങിൽ അല്ലേ. നമുക്ക് ഏത് മോഡൽ ചെയ്യണം, അതെങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള എല്ലാ ടിപ്സും തന്നിട്ടാണ് നമ്മൾ ക്ലാസ് തരിക കേട്ടോ. ഒരു നോർമൽ ക്ലാസ് അല്ല. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കട്ടിങ് പേടിച്ചിരിക്കുന്നവർക്കും ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആയൊരു ക്ലാസ്സാണ് കേട്ടോ. ഓക്കെ, ഒരു 3 പീസ് വേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ലെങ്ത്തും വിഡ്ത്തും ഉണ്ട് നെക്ക് കേട്ടോ. ഇനി നമ്മൾ ഇത് യോജിപ്പിക്കുകയാണ് കേട്ടോ. ഇതിനെ ക്രോസ് ആയിട്ട് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുക, എന്നിട്ട് യോജിപ്പിക്കുക. ഓക്കെ, കണ്ടോ, ക്രോസ് ആയിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് യോജിപ്പിക്കുക. അതേപോലെ
ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. കണ്ടോ? ഇനി നമ്മൾ നെക്കിൽ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല ഭാഗം എടുക്കുക. നല്ല ഭാഗം എടുത്തു. കണ്ടോ? നല്ല ഭാഗം എടുത്തിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് വിടുക. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഒരു ഫൂട്ടിൻ്റെ വീതിയിൽ ഇങ്ങനെ പോയാൽ മതി കേട്ടോ. കണ്ടോ? ഒരു ഫൂട്ടിൻ്റെ വീതിയിൽ ഇങ്ങനെ ഫുള്ള് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുമ്പ് ബാക്കിലേക്ക് തന്നെ ഇടണം. ഫ്രണ്ട് പീസുമേൽക്ക് അങ്ങോട്ട് വരരുത് തുമ്പ്. ബാക്ക് പീസിലേക്കായിരിക്കണം ഷോൾഡറിൻ്റെ തുമ്പ് വരേണ്ടത്. ഓക്കെ? ഇങ്ങനെ നമ്മൾ ഓക്കെ 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 ഇനി നമ്മൾ കുഞ്ഞു കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുക. കാരണം എന്താ? ഇത് ക്രോസാണ്. അപ്പോൾ നെക്ക് നമുക്ക് റെഡിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കട്ടിങ് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. കണ്ടോ? ഇവിടെ നമ്മളെ ക്രോസ് പീസ് ചെറുതായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ അങ്ങനെ തന്നെ സ്റ്റിച്ച് ഇട്ടത്. പിന്നീട് കട്ട് ചെയ്ത് ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഓക്കെ ഇനി നമ്മളിത് മറച്ചടിക്കുകയാണ്. ഓക്കെ ഇനി നമ്മൾ ഇങ്ങോട്ട് മടക്കുക. ഉണ്ടോ? കുറച്ച് നമുക്ക് ഇത്ര വേണ്ട തുമ്പ് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഇങ്ങനെ മടക്കുക. ഈ തുമ്പിനെ കവർ ചെയ്യുക ചെയ്യണം. കണ്ടോ? തുമ്പിനെ. അപ്പോൾ തുമ്പ് എവിടെയാണ്? തുമ്പ് ഉള്ളിലാണ് കേട്ടോ. ഉള്ളിലേക്കാക്കിയിട്ട് ഇങ്ങനെ കവർ ചെയ്യുക. എന്നിട്ട് ഇതുമേലാണ് നമ്മൾ സ്റ്റിച്ച് ഇടുന്നത്. ഓക്കെ ഇതുമേലാണ് സ്റ്റിച്ച് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ തുമ്പ് ഇതാ തുമ്പിനെ ഇങ്ങനെ കവർ ചെയ്തു. ഓക്കെ എന്നിട്ട് നമ്മൾ കേട്ടോ. കണ്ടോ? സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ വേസ്റ്റ് പീസ് ഇതാ ഇത് നമ്മൾ ഇങ്ങനെ കണ്ടോ. അപ്പം എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ക്ലോത്തിൽ പിടിക്കാതെ നോക്കണം. നമ്മളെ എന്താ പറയുക ബ്ലൗസിൻ്റെ ക്ലോത്തിൽ തട്ടരുത്. അപ്പം നല്ലോണം സൂക്ഷിക്കണം കേട്ടോ. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ. ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ പോകണം. തട്ടിപ്പോവും ഉറപ്പായിട്ടും. കാരണം എന്താ? ക്രോസ് ആണ് അല്ലേ. നമ്മൾ ചെയ്ത ഭാഗങ്ങൾ ക്രോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ പോണം കേട്ടോ. ഓക്കെ ഉണ്ടോ? അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിങ്ങോട്ട് എമിങ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? ഇങ്ങനെ. അപ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടാവും. ഞാനെൻ്റെ മടി കാരണം ജസ്റ്റ് ഒരു അടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ അടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തുന്നാൻ നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ കാണുന്ന മിക്ക ആളുകൾക്കും ഇത് തുന്നണമെന്ന് അറിയാം. അഥവാ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകൊണ്ടു. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതേപോലെ ആ ഒരു തുന്നി എങ്ങനെയാണെന്നുള്ളത് തുന്നി കാണിക്കാം. പക്ഷെ ഭയങ്കര തിരക്കായതുകൊണ്ടാട്ടോ സ്റ്റിച്ച് ഇടുന്നത്.
ബ്ലൗസിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തു നോക്കുക, എന്നിട്ട് ഇട്ട് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആക്കാൻ ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി, ഇൻ്റെതെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാന്ന് പേടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ, കട്ടിങ് പേടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഒക്കെ ഏറ്റവും പെർഫെക്റ്റായ രീതിയിൽ പഠിക്കാൻ ഒരവസരമുണ്ട്. 500 രൂപ അടച്ചാൽ നിങ്ങൾക്ക് 6 മാസം വരെ ഫ്രീ ആയി പഠിക്കാം. അതിൽ ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക്, പട്ടുപാവാട ബ്ലൗസ്, ക്രോപ്പ് ടോപ്പ്, സ്ലീവ്ലെസ് അങ്ങനെ എല്ലാ മോഡലും വെച്ചിട്ടാണ് ലേഡീസിൻ്റെ മാത്രം കോഴ്സ് 500 രൂപക്ക് 6 മാസം വരെ ഫ്രീ ആയി പഠിക്കാനുള്ള അവസരം ഉണ്ടാവുന്നത്. കൂടാതെ നിങ്ങൾക്ക് ബ്ലൗസിൻ്റെ അഡ്വാൻസ്ഡ് ക്ലാസ് ആയിട്ട് 10 ബ്ലൗസ് അടക്കം ഒരു ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്ലൗസിൻ്റെ മാത്രം ക്ലാസ് വേണമെന്നുള്ളവർ, ചുരിദാറൊക്കെ എനിക്കറിയാം, എനിക്ക് ബ്ലൗസ് ഒന്ന് ബെറ്റർ ആയാൽ മതി അല്ലെങ്കിൽ ഒന്ന് പെർഫെക്റ്റ് ആയാൽ മതി ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലൗസിൻ്റെ മാത്രം ക്ലാസ് ഉണ്ട്. 10 ദിവസത്തെ ക്ലാസ്സാണ്. 10 തരം ബ്ലൗസുകൾ അഡ്വാൻസ്ഡ് ക്ലാസ് ആണ്. 10 തരം ബ്ലൗസുകൾ അടങ്ങിയ 6 മാസത്തെ കോഴ്സ്. അഡ്വാൻസ്ഡ് ബ്ലൗസുകൾ 1 ഡാട്ട് 4 ഡാട്ടൊക്കെ വെച്ചിട്ട്, പിന്നെ എന്താ പറയുക, അയിനക്ക് കട്ടോരി എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏതൊക്കെ രീതിയിൽ പോകാൻ കഴിയുക രീതികളൊക്കെ പറഞ്ഞ് എല്ലാ ടിപ്സുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ്. താല്പര്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യുക. 80 86 82 49 49 പറഞ്ഞ വാട്സാപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പാറ്റേൺ വേണമെന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ, ബ്ലൗസിൻ്റെ പാറ്റേൺ വേണമെന്ന് ആഗ്രഹിക്കണം ആരുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഏത് മോഡൽ പിന്നെ ട്രെൻഡിങ് ഡ്രസ്സ് ആയാലും എന്തിൻ്റെ പാറ്റേൺ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ പിന്നെ 70 25 69 70 70 പറഞ്ഞ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പാറ്റേണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ ഓണം ആഘോഷിക്കാൻ സ്വന്തമായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും 80 86 82 49 49 പറഞ്ഞാൽ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അസ്സലാമു അലൈക്കും.